വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പാലക്ക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചീരച്ചോറ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് സവാള, ഒരു സ്പൂൺ സവാള, ഒരു പകുതി ക്യാരറ്റ്, ഒരു പകുതി പൊട്ടറ്റോ, പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസും ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് പാലക്ക് ബോയിൽ ചെയ്തിട്ട് അതും ഒരു ടൊമാറ്റോയും കൂടെ മിക്സിക്കകത്തിട്ട് അരച്ച് ഒരു പേസ്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ മോന് ഞാൻ ഗീ ആണ് കൊടുക്കാറ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, വേറെ എണ്ണ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിലേക്ക് ഓണിയനും സ്പൈസസും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സോൾട്ടും കൂടി ഒന്ന് ഇട്ട് അതിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ച പാലക്കും ടൊമാറ്റോയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലക്കൊന്ന് ബോയിൽ ചെയ്തിട്ടേ ആക്കാവുള്ളൂ കേട്ടോ. അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ചെറിയൊരു എമൗണ്ടിലെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പൊടികളായിട്ട് ഒരു കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും പിന്നെ ജീരകപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെല്ലാം കുറേശ്ശെ മതി കേട്ടോ. പിള്ളേർക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നെ അവന് ചില്ലി പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ആ മസാലയിലൊക്കെ ചെറിയൊരു എരിവുണ്ട്. അതും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരാണ്. അപ്പം ഇവിടെ ഈ അരിയാണ് കിട്ടുന്നത്. എൻ്റെ മോനും ഈ അരിയാട്ടോ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളരിയാണ്. അത് അവൻ്റെ അളവിന് ഒരു അര ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു 5 വിസിൽ പാലക്ക് റൈസ് റെഡി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലക്ക് റൈസ്. അത് മുട്ടയുടെ കൂടെയോ ചിക്കൻ ഫ്രൈയുടെ കൂടെയോ അവനത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എഗ്ഗിൻ്റെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ പാലക്ക് റൈസ് ഉണ്ടാക്കാം. ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് അരച്ചു കൊടുത്താൽ അവർ വളരെ ആസ്വദിച്ചത് കഴിക്കും. എൻ്റെ മോനത് ഭയങ്കര ഇഷ്ടമാണ്. അവനത് വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ആ വെജ്ജസൊക്കെ നന്നായിട്ട് വെന്തപ്പം വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളായാലും നന്നായിട്ട് കഴിച്ചോളും. ഞാനിപ്പോൾ ക്യാരറ്റും പൊട്ടറ്റും ആഡ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാവോ അതെല്ലാം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ മോനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി. എല്ലാ കുട്ടികളും കഴിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.